വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിൽ ഭഗവാൻ അർജുനന് തൻ്റെ യോഗശക്തിയെക്കുറിച്ചും വിഭൂതിയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുത്തു. ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കി. യോഗം എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിക്കുന്നു. വിഭൂതി എന്ന് പറയുമ്പോൾ ആത്മാവ് ശരീരത്തിലൂടെ പ്രകടമാകുന്നതിനെ പറയുന്നു. ഇതറിഞ്ഞ അർജുനൻ ഭഗവാനോട് ഭഗവത് വിഭൂതികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അർജുനൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്താം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ. ഭഗവാനെ, ശ്രേഷ്ഠന്മാരായ ഋഷികളും ദേവന്മാരുമെല്ലാം അങ്ങയെ പരമപുരുഷനെന്നും ശാശ്വതനെന്നും ആദിദേവൻ എന്നും അജൻ എന്നും വിശേഷിപ്പിക്കുന്നു. അങ്ങും അത് തന്നെയാണ് എനിക്ക് ഉപദേശിച്ചത്. സങ്കല്പം കൊണ്ട് മാത്രം ജഗത് സൃഷ്ടി സ്ഥിതി ലയനം നടത്തുന്ന ഭഗവാനെ, അങ്ങ് ദേവദേവനും ജഗന്നാഥനുമാണ്. പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ വിഭൂതികളാണ് എന്നും ഞാൻ മനസ്സിലാക്കി. ഭഗവാനെ, ഏതെല്ലാം വിഭൂതികളെ കൊണ്ടാണ് അങ്ങ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നും ഏതേതു ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത് എന്നും വിസ്തരിച്ചു പറഞ്ഞു തരണേ എന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു. വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തി ശൃണ്വതോ നാസ്തി മേ മൃതം. നമുക്കിവിടെ ഒന്ന് മനസ്സിലായി. അർജുനന് എതിരെയിരിക്കുന്ന കൃഷ്ണൻ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ ഉപദേശം കേൾക്കാം. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മദ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഹേ അർജുന, ജീവാത്മാക്കളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യം ഞാനാണ്. എല്ലാ ജീവാത്മാക്കളുടെ ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ജീവാത്മാവായ ഞാൻ തന്നെ ശരീരങ്ങളിലൂടെ വിഭൂതിയായി പ്രകടമാകുന്നു. ഈ ജഗത്ത് മുഴുവനും എൻ്റെ വിഭൂതികളാലാണ് നിറഞ്ഞിരിക്കുന്നത്. എങ്കിലും അവയിൽ വിശേഷപ്പെട്ടവയെ ഞാൻ നിനക്ക് എടുത്തു പറഞ്ഞു തരാം. കണ്ണാടിയിലും കല്ലിലും സൂര്യപ്രകാശമേൽക്കുമ്പോൾ കണ്ണാടി പ്രകാശത്തെ കൂടുതൽ പ്രതിഫലിക്കുന്നു. അതുപോലെ ഈശ്വര ചൈതന്യത്തെ കൂടുതൽ പ്രകടമാക്കുന്ന ദിവ്യവിഭൂതികളെക്കുറിച്ച് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ഇവിടെ ഭഗവാന്റെ ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം. അർജുന, അതിഥിയുടെ പുത്രന്മാരായ ആദിത്യന്മാരിൽ വിഷ്ണു ഞാനാണ്. ജ്യോതിസ്സുകളിൽ ഞാൻ സൂര്യനാണ്. നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ്. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ദേവേന്ദ്രനും ഞാനാകുന്നു. ഇന്ദ്രിയങ്ങളിൽ ശ്രേഷ്ഠമായ മനസ്സും ജീവികളുടെ ജീവചൈതന്യവും ഏകാദശരുദ്രന്മാരിൽ ശങ്കരനും പർവ്വതങ്ങളിൽ മേരുപർവ്വതവും ആചാര്യന്മാരിൽ ബൃഹസ്പതിയും ജലാശയങ്ങളിൽ സമുദ്രവും വേദമന്ത്രങ്ങളിൽ ഓംകാരവും യജ്ഞങ്ങളിൽ ജപയജ്ഞവും വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും കുതിരകളിൽ ഉച്ചൈസ്രവസും ഗജങ്ങളിൽ ഐരാവതവും പശുക്കളിൽ കാമധേനുവും വിഷമില്ലാത്ത പാമ്പുകളിൽ അനന്തനും ഞാൻ തന്നെയാണ്.
അസുരന്മാരിൽ പ്രഹ്ലാദനും, മൃഗങ്ങളിൽ സിംഹവും, മത്സ്യങ്ങളിൽ മകരമത്സ്യവും, പക്ഷികളിൽ ഗരുഡനും ഞാനാണ്. സന്താന ഉൽപാദനത്തിൽ ഞാൻ കാമദേവനാണ്. ചതിയന്മാരുടെ ചതിയിൽ ഞാൻ ചൂതുകളിയാണ്. ആദിയും അന്തവും ജനനവും മൃത്യുവും എല്ലാം ഞാൻ തന്നെയാണ് അർജുന. ജ്ഞാനികളുടെ ജ്ഞാനവും ബലവാന്മാരുടെ ബലവും പാണ്ഡവന്മാരിൽ അർജുനനും വൃഷ്ണികളിൽ ശ്രീകൃഷ്ണനും ഞാനാണ്. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യത്സ്യാന്മയാ ഭൂതം ചരാചരം. സർവഭൂതങ്ങളുടെയും ബീജം ഈശ്വര ചൈതന്യമാണ്. ഈശ്വര ചൈതന്യത്തിൻ്റെ ചേർച്ചയില്ലാതെ ഒന്നും തന്നെ ജഗത്തിൽ പ്രകാശിക്കുന്നില്ല. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. എൻ്റെ ദിവ്യമായ വിഭൂതികൾക്ക് അവസാനമില്ല. ബലം, ഐശ്വര്യം, കാന്തി, അറിവ്, അഴക് ഇവ പ്രകാശിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഭഗവത് വിഭൂതികളാണ്. ഇവയെല്ലാം എൻ്റെ തേജസ്സിൻ്റെ ഒരംശം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാം തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. എന്ന് വെച്ചാൽ ഇവിടെ നാം കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ അംശമാത്രത്താൽ ധരിച്ചുകൊണ്ട് പരമാത്മാവ് പ്രകാശിക്കുന്നു എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ 10-ാം അധ്യായം വിഭൂതി യോഗം പൂർണ്ണമാകുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.